വിരമിച്ച അധ്യാപകർക്ക് കുഴിമാട ഒരുക്കിയവരാണ് ഇപ്പൊ കിടന്ന് തിളയ്ക്കണത്. പുതിയ ഒരു ആചാരമൊക്കെ വന്നല്ലോ, വിരമിച്ച അധ്യാപകരുടെ കാല് കഴുകി പിള്ളേർ പാദപൂജ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് വലിയ സംഭവമാണ്. അതൊക്കെ ചെയ്യണം, അതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പറയുന്നത് ആരാണെന്നറിയാമോ? വാഴക്കുല ചിന്ത ചേച്ചി. വടിവാള് കൊണ്ടും പിന്നെ കൈവെട്ടിയും കുഴിമാടം ഉണ്ടാക്കിയൊക്കെ ഗുരുപൂജ ചെയ്തവർക്ക് മാത്രമേ ഇത് പറയാനുള്ള അർഹതയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിന്ത ചേച്ചി ഫേസ്ബുക്കിലാണ്, അല്ല ഡോക്ടർ ചിന്താജ്വല ഫേസ്ബുക്കിലൂടെയാണ് അവരുടെ ഈ പ്രാചീനമായ സംസ്കാര രീതിയെക്കുറിച്ച് ഇങ്ങനെ തോരാതെ സംസാരിച്ചിരിക്കുന്നത്. അതൊന്ന് നമുക്ക് വായിക്കാം. ഭാരതീയ വിദ്യാനികേതന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിച്ച സംഭവം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. വളരെ ശരിയാണ് ചിന്ത ചേച്ചി. വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ജനാധിപത്യ ബോധത്തിന്റെ അഭാവമാണ് ഗുരുപൂജ പോലുള്ള ആചാരങ്ങളിലൂടെ പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ RSS നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സരസ്വതി വിദ്യാലയത്തിലാണ് ഈ ബ്രാഹ്മണിക് ദുരാചാരം നടന്നതെങ്കിലും കേരളത്തിന് ഇത് അപമാനമാണ്. സത്യം, ഇതൊരു അപമാനം തന്നെയാണ്. ഇമാതിരി പണി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാനേ പാടില്ല. പിള്ളേരെ പഠിപ്പിക്കേണ്ടത് കാല് വെട്ടുന്നത് എങ്ങനെയാണ്, അധ്യാപകന്റെ കൈ വെട്ടുന്നത് എങ്ങനെയാണ്, ജീവിച്ചിരിക്കുന്ന അധ്യാപകർക്ക് കുഴിമാടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അധ്യാപകർ എങ്ങനെയാണ് പൂട്ടിയിടുന്നത്, അവരുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്നതും അവർക്കെതിരെ നിൽക്കുന്നതും, കോളേജിലെ സ്കൂളിലെ പ്രിൻസിപ്പൽമാരെ എങ്ങനെയാണ് പൂട്ടിയിടുന്നത്, എങ്ങനെയാണ് അവർക്കെതിരെ ബാനർ എഴുതേണ്ടത്, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഗുരുപൂജയൊന്നും അല്ല, പാദസേവയും അല്ല. അതാദ്യം മനസ്സിലാക്കുക. കാസർഗോഡ് ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിലും മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠ സെൻട്രൽ സ്കൂളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാവേലിക്കര സ്കൂളിൽ 100-ലധികം അധ്യാപകരുടെ കാലുകളാണ് ഗുരുപൂജയുടെ പേരിൽ കഴിപ്പിച്ചത്. അതൊട്ടും ശരിയായില്ല. കാരണം രക്തം കണ്ട് തിളയ്ക്കുന്ന ഇവർക്കൊന്നും ഗുരുപൂജ വലിയ സങ്കടമായിപ്പോയി. അത് SFIയുടെ കാലുകളിലൊക്കെ വീണ്, DYFIയുടെ കാലുകളിലൊക്കെ വീണ് വേണം നിങ്ങൾ ഗുരുപൂജ നടത്താനുള്ളത്. കാരണം അവരാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ ഉന്നത നിലയിലേക്ക് എത്തിക്കുന്നത്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ മാറ്റിമറിക്കാൻ അവർ നടത്തുന്ന കോലാഹലങ്ങളൊക്കെ പിള്ളേരെ നിങ്ങൾ കേൾക്കുന്നില്ലേ? വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും അറിവും വളർത്തേണ്ട സ്കൂളുകൾ ജീർണമായ വ്യവസ്ഥയിലേക്കും അടിമത്വത്തിലേക്കും നയിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ വിമോചന മൂല്യം ഇല്ലാതാക്കാനാണ്. ഇതാരെങ്കിലും എഴുതി തന്നതാണോ ചേച്ചി? സ്വന്തമായിട്ട് എഴുതിയതാണ്? അല്ല, അടിച്ചുമാറ്റൽ സ്വഭാവം ഉള്ളതുകൊണ്ട് ചോദിച്ചതാണേ. അവർണർക്ക് അക്ഷരം നിഷേധിച്ച സവർണാധിപത്യത്തിനെതിരെ പോരാടി നേടിയ വിദ്യാഭ്യാസ അവകാശത്തെ ഒരാളുടെയും കാൽപാദങ്ങളിൽ സമർപ്പിക്കരുതെന്ന മനുഷ്യാവകാശ പാഠമാണ് കുട്ടികൾ പഠിക്കേണ്ടത്. പിണറായി കാണുമ്പോൾ എപ്പോഴും ഓച്ചാനിച്ച് നിൽക്കുന്നവരാണ്, അടിമകളെ പോലെ നിൽക്കുന്നവരാണ് ഈ മനുഷ്യാവകാശ പാഠങ്ങളെ കുറിച്ച് പറയുന്നത്. ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹാത്തിയാണ് ഈ പറയുന്നത്. ഇത്തരം പരിപാടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദിക്കരുതെന്നും ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കെതിരെ കർശനമായ നിയമ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. പിന്നെ DYFI ആവശ്യപ്പെട്ട അത് ചെയ്തിരിക്കണം. കാരണം DYFIയുടെ ഒരു നേതാവ്, ഒരു കമ്പനിയാണ് കഴിഞ്ഞ ദിവസം പിന്നെ പണിമുടക്കില് ഒരു പാവ അമ്മയുടെ പാചകപ്പുരയിൽ, സ്കൂളിൽ പാചകം ചെയ്യുന്ന ഒരു അമ്മ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുക്കളയിൽ കയറി അരിയേയും ചോറിനെയും വാരി എറിഞ്ഞു. അതുകൊണ്ട് DYFI പറയുന്നത് എന്തായാലും നമ്മൾ കേൾക്കണം. കാരണം അവര് യഥാർത്ഥ സത്യമേ പറയൂ എന്നുള്ളതാണ്. ഇനി ചിന്ത ചേച്ചി പറഞ്ഞ ഇത്രയും വലിയ ഉത്ബോധിപ്പിച്ച പോസ്റ്റിന് താഴെ വന്ന് 5-6 കമന്റ് ഒന്ന് വായിക്കണ്ടേ? ചിന്ത ചേച്ചി നാട്ടുകാർ എടുത്തിട്ട് അലക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ചിന്ത ചേച്ചി വാഴക്കുല അടിച്ചു മാറ്റുന്ന അത്ര എളുപ്പമല്ല ഭാരതീയ സംസ്കാരത്തെ തകർക്കുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചവരൊക്കെ പരാജയപ്പെടുത്തിയ ചരിത്രമാണ് ഭാരതത്തിനുള്ളത് എന്നത് മറക്കണ്ട. അതുകൊണ്ട് ചൈനയുടെ ചരിത്രം പഠിക്കുന്നതിന്റെ കൂടെ ഭാരത ചരിത്രവും ഇടയ്ക്കൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങൾ അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തും. സത്യം, ഒരു സത്യം പറഞ്ഞാൽ അത് അംഗീകരിക്കണമല്ലോ. വാഴക്കുല കട്ട ഡോക്ടറേറ്റ് വാങ്ങി മുന്നിൽ ഫിറ്റ് ചെയ്ത് ഇമാതിരി തള്ളു നടത്താതെ കൊച്ചേ. പിന്നെ ഇതേ ചടങ്ങുകൾ ക്രിസ്ത്യൻ പള്ളികളിൽ പുരോഹിതന്മാർ ചെയ്യുന്നുണ്ട്, മാതാപിതാക്കളുടെയും കാത്തൊട്ട് വന്ദിക്കാറുണ്ട്. ഇത് അത്ര കുറവായി തോന്നുന്നുണ്ടോ? എന്തായാലും ആ പിള്ളേർ കഞ്ചാവും MDMA അടിച്ച് ചെകുവരെയും വേടനെയും വേട്ടാവളിയന്മാരെയും പോലെ ആകില്ല. നിങ്ങൾക്ക് ഗുരുക്കന്മാർക്ക് കുഴിമാടവും സരസ്വതി ദേവിക്ക് തെറി അഭിഷേകവും
ചെയ്യാനല്ലേ അറിയൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, ഇവർക്ക് അത് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഇവരിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കണ്ണൂരിൽ മാത്രമല്ല, ഇതാ ഇന്ത്യ മുഴുവനുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിച്ച ഞങ്ങൾ ഭാരതീയർക്ക് ഗുരു എന്നാൽ ദൈവം തന്നെയാണ്. ആ ഗുരുവിന്റെ കാൽ കഴുകുന്നത് അമ്മയുടെയും അച്ഛന്റെയും പാദപൂജ ചെയ്യുന്നതിന് തുല്യമാണ്. അതിൽ ഒരു പാപബോധവുമില്ല. അത് സംസ്കാരത്തിന്റെ പ്രതീകമാണ്. അല്ലാതെ ജീവിച്ചിരിക്കുന്ന അധ്യാപകർക്ക് റീത്ത് വയ്ക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഈ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ പഠിച്ചാൽ ഇതൊക്കെയാണ് പ്രശ്നം. ഒരു അന്തം കമ്മി പറയുന്നതാണ്. ഇതിപ്പോ ഒരുമാതിരി പരിപാടിയല്ലേ? ശരിയാണ്, നമുക്ക് പ്രിൻസിപ്പളിന് കുഴിമാടം ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. വാഴക്കുല ഈ TCSൽ വാഴക്കുല മോഷ്ടിക്കാൻ പഠിപ്പിക്കാം. യൂണിവേഴ്സിറ്റി കോളേജിലെ പോലെ PSC പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് ജയിക്കാൻ പഠിപ്പിക്കാം. എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം. പിന്നെ കഞ്ചാവ്, ചെകുവരെ പോലെ വിദ്യാർത്ഥികളെ ലഹരിക്ക് അടിമയാക്കാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി കുഴിമാടം വെട്ടി പഠിക്കാം. ജീവിച്ചിരിക്കുന്ന അധ്യാപകർക്ക് കുഴിമാടം വെട്ടി റീത്ത് വെപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാം. പിന്നെ കൈവെട്ടുന്നത് പഠിപ്പിക്കാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇതൊന്നും അറിഞ്ഞുകൂടാത്തവരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ആലോചിക്കുവാണെങ്കിൽ വളരെ മോശം. ചിന്ത ചേച്ചി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് പ്രാചീന കാലത്തെയൊക്കെ രീതിയൊക്കെ ഇപ്പോഴും അവലംബിച്ചുകൊണ്ടിരുന്ന വല്ലതും നടക്കുമോ? നമുക്ക് പിള്ളേരെ കഞ്ചാവ് അടിപ്പിക്കുന്നത് എങ്ങനെയാണ്, MDA അടിപ്പിക്കുന്നത് എങ്ങനെയാണ്, കുഴിമാടം വെട്ടുന്നത് എങ്ങനെയാണ്, വിരമിച്ച അധ്യാപകർക്ക് കുഴിമാടം ഒരുക്കിയത് കേരളത്തിലാണ്, അധ്യാപകരുടെ കസേര കത്തിച്ചത് കേരളത്തിലാണ്, ക്ലാസ് മുറിയിൽ കുട്ടിയുടെ മുന്നിലിട്ട് അധ്യാപകനെ കൊന്നൊടുക്കിയ കേരളത്തിലാണ്, കൂടെ പഠിച്ചവരെ മണിക്കൂറുകളോളം വിചാരണ നടത്തി ആഹാരവും വെള്ളവും കൊടുക്കാതെ കൊന്നു കെട്ടിത്തൂക്കിയ നാടാണിത്. 10ാം ക്ലാസ്സുകാരായ സഹപാഠിയെ കൂട്ടം ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തിയ നാട്ടിൽ ഗുരുപൂജ അസംഭവ്യം. അത് കേരളത്തിൽ നടത്താൻ പാടില്ലത്രേ. സിദ്ധാർത്ഥന് ഓർമ്മയുണ്ടോ ചിന്തേച്ചേ? ഓർമ്മ കാണാൻ വരിയില്ല. നിങ്ങളുടെ ഗുണ്ടകളുണ്ടല്ലോ, കുട്ടി ഗുണ്ടകള്, ആഹാരവും വെള്ളവും കൊടുക്കാതെ ആ കൊച്ചിനെ 4 ദിവസമാണ് ദേഹോപദ്രവം ചെയ്ത് ആത്മഹത്യ ചെയ്തത്. അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ 4 ദിവസമായിരുന്നുള്ളി വെള്ളം പോലും അവന്റെ വയറ്റിൽ എത്തിയിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അച്ഛന്റെ അമ്മയുടെയും കാല് കഴുകി നീയൊക്കെ വെള്ളം കുടിച്ചാ നിന്റെയൊക്കെ സഹാക്കൾ ചെയ്തതിന്റെ പാപം തീരുവോ? ഒരിക്കലും തീരില്ല. ഒരു ഗുരുപൂജ നടത്തിയെന്നും പറഞ്ഞ് കേരളത്തിന്റെ സംസ്കാരവും ഭാരതത്തിന്റെ സംസ്കാരവും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇതൊക്കെ അറിഞ്ഞ് തലമുറ വളരണം. ഇല്ലെങ്കിൽ SFI പോലെയൊക്കെ ആർക്കും വേണ്ടാത്തവരായി മാറും. DYFI SFI ഒക്കെ കാണിക്കുന്നത് പോലെ ആർക്കും വേണ്ടാത്ത പാഴ് ജന്മങ്ങളായി ഈ കുട്ടികളും വളർന്നു വരുന്ന തലമുറയും മാറിപ്പോവും. അവർക്ക് അധ്യാപകന് കുഴിമാടം വെട്ടാൻ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ട, അധ്യാപകന്റെ കൈവെട്ടാൻ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ട, അധ്യാപകരെ ക്ലാസ്സിലിട്ട് പൂട്ടിയിട്ട് ജയ് വിളിക്കാൻ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ട. കാസർഗോഡ് ഒരു അധ്യാപിക പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആണും പെണ്ണും തമ്മിൽ ഒരു കോളേജിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിലാണ് എന്നെ പൂട്ടിയിട്ടതും എനിക്കെതിരെ എന്നെ കൊല്ലണമെന്ന് വരെയുള്ള മുദ്രാവാക്യങ്ങൾ ഇവിടെയുള്ള SFI കൂട്ടങ്ങൾ വിളിച്ചതുമെന്ന്. ഉഷയെന്നോ മറ്റോ ആണ് ആ പ്രിൻസിപ്പളുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ക്ഷമിച്ചേക്കുക. അത്തരത്തിൽ നീചമായ വിദ്യാഭ്യാസ രീതിയാണ് ഇവിടുത്തെ SFI കാഴ്ചവെക്കുന്നത്. കോളേജുകളിലെ പിള്ളേർ പറയണ കേൾക്കണം. SFI ഭരിക്കുന്ന കോളേജുകളിലെ പിള്ളേർ ഇവന്മാര് ജയ് വിളിക്കുമ്പോൾ കൂടെ വിളിച്ചില്ലെങ്കിൽ ഭയമാണ്. നാളെ വന്ന് ഇവന്മാർ കള്ളക്കേസിൽ കൊടുക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് ജയ് വിളിക്കുമ്പോൾ കൂടെ വിളിക്കുന്നു. ആ രീതി നമ്മുടെ പിള്ളേർക്ക് വേണ്ട. അവര് പഴയ പ്രാചീന രീതിയും ഗുരുപൂജയും ഗുരുവിനെ ദൈവമായി കണ്ട് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞേ ദൈവത്തിന് സ്ഥാനമുള്ളൂ. ആ ഗുരുവിനെ പൂജിച്ചെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകില്ല. നിങ്ങളെപ്പോലെ മോഷ്ടിച്ചും കട്ടും പിടിച്ചും ഒരു അധികാരവും നേടാതിരുന്നാൽ ഒന്നും നേടാതിരിക്കുന്ന കുട്ടികളെയാണ് നമുക്ക് വേണ്ടത്. അവർ ഇങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ അങ്ങ് വളർന്ന് പന്തലിക്കട്ടെ. അല്ലാതെ വെറുതെ ഡോക്ടർ എന്നൊക്കെ എഴുതി വെച്ചാൽ ആ ഡോക്ടർ പദം കിട്ടിയത് എങ്ങനെയാണ് നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പറയുമ്പോൾ സ്വന്തം പല്ലട കുത്തി നാറ്റിക്കാനുള്ള ഇടം ഉണ്ടാക്കരുത് ചിന്തേച്ചിയെ.